Hello viewers, Assalamualaikum, Namaskaram. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൊട്ടിയാണ്. റുമാലി റൊട്ടി എന്ന് പറയുന്ന ഒരു റൊട്ടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ്. വളരെ ടേസ്റ്റ് ഉള്ള റൊട്ടി കൂടിയാണ്. അപ്പോൾ ഈ റൊട്ടിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും തന്നെ മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് റുമാലി റൊട്ടിയുടെ റെസിപ്പിയിലേക്ക് വരാം. അപ്പോൾ ഈ റൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈദ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ പൊടി എടുക്കുമ്പോഴും എപ്പോഴും നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഫിൽറ്ററിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. 2 കപ്പ് മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ ഉപ്പ് ചേർക്കരുത്. നമ്മളിതൊരു സാൾട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ ഒഴിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിക്കാം. അപ്പോൾ ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മിൽക്കാണ്. നമ്മൾ വെള്ളത്തിലല്ല ഇത് കുഴച്ചെടുക്കുന്നത്, പാലിലാണ്. അപ്പോൾ പാല് ചേർക്കേണ്ടത് ചെറു ചൂടുള്ള പാലാണ്. ഒത്തിരി ചൂടുള്ള പാലല്ല, ചെറുതായിട്ട് ചൂടുള്ള പാല് വേണം ചേർക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആവശ്യാനുസരണം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി പാൽ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓവറായി പോകും. അപ്പോൾ ആവശ്യാനുസരണം മാത്രം പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കുഴക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ആവും. പക്ഷെ അത് പ്രോബ്ലം ഇല്ല. നമ്മളിത് കുഴച്ച് വരുന്ന സമയത്ത് ഒട്ടും തന്നെ സ്റ്റിക്ക് ആവാണ്ട് കിട്ടും. അപ്പോൾ സ്റ്റിക്ക് ആവുന്ന കാണുമ്പോൾ നമ്മൾ കൂടുതലൊന്നും ഓയിൽ ഇതിലേക്ക് ഒഴിക്കരുത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ചെറു ചൂടുള്ള പാല് ചേർത്ത് ഇത് കുഴച്ചെടുക്കുന്നത് നമ്മുടെ ഈ റൊട്ടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ കൂടിയാണ്. റുമാലി റൊട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ഉള്ളൊരു റൊട്ടിയാണ്. നമുക്കൊരു handkerchief ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ രീതിയിൽ ഈ ഒരു റൊട്ടി ഫോൾഡ് ചെയ്തെടുക്കാം. അത്രയും തിന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണിത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നന്നാക്കിയത് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ഒരു കുഴച്ചെടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 5 മിനിറ്റ്സ് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു ബൗളിൽ കുഴക്കുന്ന കാരണം ഒരു കൈ മാത്രം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് കുഴക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളൊരു കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൈയും പ്രഷർ കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ 2 കൈയിൻ്റെ പ്രഷറും കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. നമ്മുടെ ഈ ഒരു ഡോ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാനും പറ്റും. ഈ ഒരു ബൗളിലേക്ക് എനിക്ക് 2 കൈയും കൂടി വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ റൊട്ടി നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പ്രഷർ എടുത്തിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡോ നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്കൊരു 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. ഇത് സാധാരണ നമ്മൾ ഞാനും ചെയ്യുന്ന പോലെ പൊങ്ങി വരാനൊന്നല്ല, നമ്മൾ ഇതിനകത്ത് ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഡോ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഡോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്. വീണ്ടും ഒരു 1-2 മിനിറ്റ് ഇതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ആരും കുഴച്ചെടുക്കുന്നതിൽ പിശുക്ക് കാണിക്കണ്ട. ഇത് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ റൊട്ടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്നും ബോൾസുകളാക്കി മാറ്റിയെടുത്തിട്ട് നല്ല പോലെ പരത്തിയെടുക്കണം. ഇത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് സാധാരണ ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു തവയിലല്ല, ഒരു കടായി പോട്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് റൊട്ടി ചുട്ടെടുക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള കടായി പോട്ടിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സൈസിലുള്ള ബോൾസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പക്ഷെ നമ്മൾ ചപ്പാത്തിയൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി തിന്നായിട്ട് നമ്മൾ പരത്തില്ല. ഇത് നമുക്ക് എത്രത്തോളം പരത്തിയിട്ട് തിന്നാക്കാൻ പറ്റുമോ അത്രയും നമ്മളിത് പരത്തിയിട്ട് തിന്നാക്കി എടുക്കണം. അത്ര തിന്നാണ് റുമാലി റൊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലോർ ഒന്ന് തൂവിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് നല്ല പോലെ പരത്തിയെടുക്കാം. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും തിന്നാക്കിയിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ കൈ വെച്ച് കഴിയുമ്പോൾ മുകളിൽ നമ്മുടെ കൈ കറക്റ്റ് ആയിട്ടൊരു നിഴൽ പോലെ കാണാൻ പറ്റും. അത്രയും തിന്നാണ്. അപ്പം മാക്സിമം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം.
നമ്മൾ പരത്തിയെടുത്ത സമയത്ത് ചേർത്തിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ രണ്ട് സൈഡും ഒന്ന് തട്ടിയിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ തട്ടിയെടുക്കുന്ന പോലെ തന്നെ പൊടി നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും തട്ടിയിട്ട് മാറ്റുക. അതിനുശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റുമാലി റൊട്ടി നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു തവയിലേക്കല്ല ഇത് വെക്കുന്നത്. നമ്മൾ ചുട്ടെടുക്കാൻ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന ഒരു തവയിലേക്കല്ല, ഒരു കടായിപ്പോട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് റിവേഴ്സ് ചെയ്തിട്ടാണ് അതിന്റെ മുകളിലാണ് ഇത് വെച്ച് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ റോളറിലേക്ക് ഈ ഒരു റൊട്ടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പോട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. കറക്റ്റ് ആയിട്ടല്ല വെക്കുന്നത്, ചൂടാക്കി എടുത്തതിന് ശേഷം കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. അതല്ലാതെ കറക്റ്റ് ആയിട്ട് വെക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോൾട്ട് വാട്ടർ തയ്യാറാക്കണം. ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു 1 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സോൾട്ട് വാട്ടർ ഉണ്ടാക്കാം. ഇതൊരു കടായി പോട്ടിന്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടി ചുട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോൾട്ട് നല്ലപോലെ ഡൈലൂട്ട് ചെയ്തെടുക്കുക. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലുള്ളൊരു കടായി പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴിയുള്ളത് എടുക്കാം. ഇതില്ലാത്തവർ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളത് എടുത്താലും മതി. ഇത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. ശേഷം ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലാണ് നമ്മുടെ റൊട്ടി ചുട്ടെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം താഴെ വശം വൃത്തിയായിട്ടുള്ള കടായിപ്പോട്ട് തന്നെ എടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോൾട്ട് വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ റൊട്ടി നിൽക്കുന്ന എല്ലാ ഭാഗത്തും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഇപ്പൊ നമ്മൾ ആ ഒരു റോളറിൽ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ള റൊട്ടി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ താഴെയുള്ള ഫ്ലെയിം നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിം ആവരുത്, ഒത്തിരി കുറഞ്ഞും പോകരുത്. ഒരു കടായിപ്പോട്ടിന്റെ ചൂട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചൂടായിരിക്കണം. ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടി പെട്ടെന്നൊന്നും കുക്കായി കിട്ടൂല. അപ്പൊ അത്യാവശ്യം ഒരു ചൂടിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഈ ഒരു റൊട്ടി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം അവിടെയും ഇവിടെയായിട്ട് ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മളൊരു വെറ്റ് ക്ലോത്ത് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളൊരു നല്ലൊരു വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക. ഒത്തിരി വെള്ളത്തിലല്ല, ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുക. ചെറുതായിട്ടൊരു നനവ് വേണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൊട്ടിയുടെ മുകളിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലോത്ത് എടുക്കുമ്പോൾ വൈറ്റ് ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കളറായിട്ടുള്ള ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നൂലോ അതല്ലെങ്കിൽ അതിന്റെ കളറോ ഒക്കെ ഈ റൊട്ടിയിലാവും. അപ്പൊ നമുക്കിത് കഴിക്കാനുള്ളതല്ല. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒത്തിരി ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പല സൈഡിലും ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കടായിപ്പോട്ടിന്റെ ചൂടാണ്. അപ്പൊ ഒത്തിരി ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ വളരെ കളർ ചേഞ്ച് ആവും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൊട്ടി അത്ര സോഫ്റ്റോടെ കിട്ടിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഒരു റൊട്ടി കുക്ക് ചെയ്തെടുക്കാൻ. എല്ലാ ഭാഗവും കുക്കായിട്ട് ഒന്ന് ബബിൾസ് നല്ല പോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൊട്ടി ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റാം. ഇപ്പൊ ഈ റൊട്ടി കറക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റുമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റോളറിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് അത് വെച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം സോൾട്ട് വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് റൊട്ടി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു റൊട്ടി ഉണ്ടാക്കി തുടങ്ങുന്ന ഫസ്റ്റ് ടൈം മാത്രമാണ് ഈ ഒരു പാത്രം നമ്മൾ ശരിക്കും ചൂടാക്കി എടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതല്ലാതെ ഓരോ റൊട്ടിക്ക് വേണ്ടിയിട്ടും ഇതിങ്ങനെ ചൂടാക്കി പിന്നെ കമിഴ്ത്തി വെക്കുക അങ്ങനെയല്ല. ആദ്യം മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് മാത്രം ബാക്കിയുള്ള റൊട്ടികളൊക്കെ ചുട്ടെടുക്കുക. ബബിൾസ് വരുന്ന സമയത്ത് മാത്രം ആ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റൊട്ടീസും ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൊട്ടി തന്നെയാണ്. നമുക്കിത് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ച് സോഫ്റ്റ്നെസ് കിട്ടും. അത്രയും ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഒത്തിരി ഒന്നുമില്ല. നമ്മൾ സാധാരണ നാൻ റൊട്ടി അതിലൊന്നും ചെയ്യുന്ന പോലെ ഈസ്റ്റും ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി തന്നെയാണ് ഇത്. വെജിറ്റബിൾസ് കറീൻ്റെ കൂടെ അതുപോലെ തന്നെ നോൺ വെജിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൊട്ടിയാണ്. ഇതാണ് നമ്മുടെ റുമാലി റൊട്ടി. ഇതിപ്പോ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ദാൽ കറിയുടെ കൂടെയാണ്. നല്ല ടേസ്റ്റ് ആണ് ദാൽ കറിയുടെ കൂടെ ഒരു റൊട്ടി കഴിക്കാൻ. ദാൽ കറിയുടെ കൂടെ മാത്രമല്ല
നോൺ വെജ് ആയിട്ടുള്ള ചിക്കനും മട്ടനും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റൊട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാ റെസിപ്പീസും തന്നെ കാണുക, കമൻ്റായിട്ട് പറയുക. പിന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു താങ്ക്സ് പറയാനുള്ളത്, മലബാർ അടുക്കള എന്നുള്ളൊരു ഫുഡ് ഗ്രൂപ്പിനകത്ത് മിക്കവാറും ഞാൻ എൻ്റെ എല്ലാ റെസിപ്പീസും തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് യൂട്യൂബിൻ്റെ ലിങ്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ടെക്സ്റ്റ് ചെയ്തിട്ട് തന്നെ വേണം പോസ്റ്റ് ചെയ്യാൻ. പോസ്റ്റിൻ്റെ കൂടെ നമ്മുടെ റെസിപ്പിയുടെ ഫോട്ടോ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ ടേസ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മലബാർ അടുക്കള എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നിരിക്കുകയാണ്. എൻ്റെ നെയിം സാദിഖലി എന്നാണ്. ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് അവിടെയും തന്നെ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് പറയുന്നിരിക്കുകയാണ്, ഫോട്ടോ മാത്രം നോക്കിയിട്ട്. അതിനുശേഷം ടേസ്റ്റ് എന്നുള്ളൊരു ടെക്സ്റ്റ് കണ്ട് യൂട്യൂബിൽ അത് സെർച്ച് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ എല്ലാ വീഡിയോസും, മിക്കവാറും എല്ലാ വീഡിയോസും തന്നെ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടിട്ടല്ല എനിക്ക് കമൻറ്റ് പറയുന്നതെന്നില്ല, എൻ്റെ കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ത്രൂ ഔട്ട് ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ടാണ് എനിക്കത് കമൻറ്റ് പറയുന്നത്. ഓരോ വീഡിയോസിലുള്ള പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അത് ഒത്തിരി സപ്പോർട്ട് തരുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാറില്ല. ഇതുപോലെ നമ്മളറിയാത്തവരായിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ടുള്ള വേർഡ്സ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് മിക്ക സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്കാക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇക്കാക്ക് മാത്രമല്ല, ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യൂവേഴ്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ടേസ്റ്റിലൂടെ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.